കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ഫാമിലിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. 2025 നാം തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല ഇടയനായ യേശു നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ആ യേശു നമ്മുടെ കൂരിൽ താഴ്വരകളിൽ കൂടെയിരുന്നു. ആ യേശു പച്ചയായ പുൽപ്പുറങ്ങൾ നമ്മളെ കിടത്തി. ആ യേശു സ്വസ്ഥതയുള്ള വെള്ളം നമ്മളെ കുടിപ്പിച്ചു. ആ യേശു നമ്മുടെ പ്രാണനെ തണുപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ, വാഗ്ദത്തം ചെയ്ത യേശുനാഥൻ നമ്മുടെ പടകിന് നേരെ ആഞ്ഞടിച്ച തിരകളെയും കൊടുങ്കാറ്റിനെയും കർത്താവ് ശാസിച്ച് നമ്മുടെ ജീവിതം ആ പടകിനെ ഇന്നയോളം നടത്തിക്കൊണ്ടിരിക്കുന്ന കരുതലുകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ പുതുവർഷത്തിൽ യെശയ്യാ പ്രവചനം 41 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ 5 വിധ വാഗ്ദത്തങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 1, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമുക്കത് മാത്രം മതി. നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രകളിൽ നമ്മെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇതാ ദൈവം പറയുന്നു, മകനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അടുത്ത വാഗ്ദത്ത വചനം, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അതേ, ജീവിതത്തിൽ ഭ്രമിച്ചു പോകുന്ന വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ നിന്റെ ദൈവമാ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇല്ലായ്മയെന്നും സകലത്തെയും വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവമാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉളവാക്കുവാൻ അധികാരമുള്ള ദൈവം. അതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നൽകിത്തരുവാൻ ദൈവം വിശ്വസ്തനാണ്. 3-ാമത്തെ വാഗ്ദത്തം, ഞാൻ നിന്നെ ശക്തീകരിക്കും. നാം ബലഹീനരാകുമ്പോൾ, രോഗികളാകുമ്പോൾ, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോൾ നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരം നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. 4-ാമത്തെ വാഗ്ദത്തം, ഞാൻ നിന്നെ സഹായിക്കും. അതെ, നമുക്ക് സഹായം വേണ്ടിയ സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കും. അവൻ അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും. അതെ, 121 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് പോലെ, എൻ്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. ഞാൻ നിന്നെ സഹായിക്കും. അതുമാത്രമല്ല, 5-ാമത്തെ വാഗ്ദത്തം, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് വീഴാതെ വണ്ണം, നീ തകർന്നു പോകാതെ വണ്ണം ഉള്ളം കൈയിൽ താങ്ങും. 91 സങ്കീർത്തനം വായിക്കുന്നത് പോലെ, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന്, നീ തകർന്നു പോകാതിരിക്കേണ്ടതിന് കൈകളിൽ വഹിക്കുന്നവനായ ദൈവം. അതെ, ഈ പുതുവർഷത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രകളിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മോടൊപ്പം നിൽക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ താങ്ങുന്ന വലങ്കരങ്ങളാൽ നമ്മെ ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നടത്തുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. ഈ പുതുവർഷത്തിൽ സ്വർഗസ്ഥനായ ദൈവം എല്ലാ നന്മകളാലും, എല്ലാ അനുഗ്രഹങ്ങളാലും, എല്ലാ സൗഖ്യങ്ങളാലും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതുവർഷത്തിൽ ദൈവത്തിൻ്റെ പുതിയ നന്മകൾ, അനുഗ്രഹങ്ങൾ കാണുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഫ്രൈഡേ മന്ന ഫാമിലുള്ളവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവർഷ സന്ദേശം നൽകുന്നു. നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ ഫ്രൈഡേ മന്ന കുടുംബത്തിലുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി സ്തോത്രം. 2025 ഞങ്ങളെ എല്ലാം ദൈവം അത്ഭുതകരമായി നടത്തിയല്ലോ. ഈ പുതുവർഷം അപ്പാ നിന്റെ മക്കൾക്ക് അനുഗ്രഹമായി തീരട്ടെ, സൗഖ്യമായി തീരട്ടെ. അനവധി നന്മകൾ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കൃപ കൊടുക്കണമേ. സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾ, ഭൗതികമായ അനുഗ്രഹങ്ങളാൽ തൻ്റെ മക്കളെ നിറച്ചുകൊള്ളണമെന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാവീദിന്റെ താക്കോലുള്ളവൻ തൻ്റെ മക്കൾക്ക്
ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും തുറന്നനുഗ്രഹിക്കണമേ. ആത്മീയമായ പുതുബലത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ എല്ലാവരെയും ശക്തീകരിക്കുമാറാകണമേ. നിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹാപ്പി ന്യൂ ഇയർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.